ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദേവ്സ് ക്രിയേഷൻസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളാണ്, നമ്മൾ അഡീനിയത്തിൻ്റെ കുറച്ച് കെയറിങ് കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഒരു ആഗ്രഹമാണല്ലേ, നമ്മുടെ ഈ ഒരു അഡീനിയം പ്ലാന്റ് നല്ല രീതിയിൽ നല്ല കോഡക്സ് നല്ല തിക്കായിട്ട് അത്യാവശ്യം പൂക്കളും അതുപോലെ വിത്തൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെ വളരണമെന്ന്. അപ്പോൾ കുറേ പേര് ഇതിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്. അഡീനിയം ചെടികൾ വളർത്തുമ്പോൾ സാധാരണയായിട്ട് സംഭവിക്കുന്ന കുറച്ച് തെറ്റുകൾ അവ പരിഹരിക്കാനുള്ള കുറച്ച് വഴികളുമാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം. അപ്പോൾ പലർക്കും അറിയാവുന്ന കാര്യം, നല്ല ചൂട് കാലാവസ്ഥ, അതായത് ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അഡീനിയം പ്ലാന്റാണ്. പലർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഇത് കാണാൻ തന്നെ അത്രയേറെ ഭംഗിയാണ്. അപ്പോൾ ഇത് പൂക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഡിസംബർ മുതൽ ഇനി അങ്ങോട്ട് ചൂട് കാലങ്ങളിൽ മൊത്തം പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ അഡീനിയം പ്ലാന്റ്. അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമാണ് പൂക്കൾ തരുള്ളൂ. അത്യാവശ്യം കുറച്ച് കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് അഡീനിയം പ്ലാന്റ്. അത്യാവശ്യം റേറ്റൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഇതുപോലെ കോഡക്സ് ഒക്കെ നല്ല രീതിയിൽ വലുതാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഫെനലോപ്സിസിൻ്റെ സീഡ്ലിങ്സ് ഇപ്പോൾ ക്ലിയറൻസ് സെയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഹൈബ്രിഡ് നല്ല പ്ലാന്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് പെർ പ്ലാന്റിന് 170 രൂപയാണ്. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ വാട്സപ്പ് നമ്പർ വയ്ക്കാം, ഇതിനകത്തൊന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ. നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അത്യാവശ്യം നല്ല നല്ല വെറൈറ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ അഡീനിയം പരിപാലനം എന്ന് പറയുമ്പോൾ ഒഴിവാക്കേണ്ട കുറച്ച് തെറ്റുകൾ എന്തൊക്കെയാണെന്ന് പറയാം. അതായത് അമിതമായിട്ട് വെള്ളം ഒഴിക്കരുത്, അതാണ് ഒന്നാമത്തെ കാര്യം. അഡീനിയത്തിന് വെള്ളം ഒട്ടും ഇഷ്ടമല്ല. കാരണം മണ്ണ് എപ്പോഴും നനഞ്ഞിരിക്കുന്നത് ചെടിക്ക് ദോഷമാണ്. 1-2 ദിവസം നനയ്ക്കാതെ മണ്ണ് പൂർണ്ണമായിട്ട് ഉണങ്ങിയ ശേഷം മാത്രം അടുത്ത തവണ വെള്ളം ഒഴിക്കുക. പിന്നെ അതുപോലെ രണ്ടാമത് കോഡക്സ് ചീഞ്ഞ് പോകുന്നത്. അപ്പോൾ പലവരും പറയുന്നുണ്ട് എൻ്റെ ചെടിക്ക് കോഡക്സ് ഉണ്ട്, പക്ഷെ നോക്കുമ്പോൾ അതിൻ്റെ അടിയൊക്കെ അളിഞ്ഞിരിക്കുകയാണ്, അങ്ങനെ വല്ലാതെ ചീഞ്ഞൊക്കെ ഇരുന്ന് വരുന്നുണ്ട്. അപ്പോൾ അമിതമായിട്ട് വെള്ളം ഒഴിച്ച് കാരണമാണ് കോഡക്സ് അതായത് സോഫ്റ്റായിട്ട് ചീഞ്ഞ് പോകുന്നത്. അപ്പോൾ കോഡക്സിൽ നമ്മൾ ചെടിക്ക് ഒരാഴ്ചത്തേക്ക് ആവശ്യമായ വെള്ളം സംഭരിച്ച് വെച്ചിട്ടുണ്ടാവും ചെടി. അപ്പോൾ അതിനാൽ വീണ്ടും വെള്ളം ഒഴിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ ചെടിയുടെ ഡ്രെയിനേജ് പോകുന്ന ആ ഭാഗം, ചെടിച്ചട്ടി വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ചെടിയുടെ അടിയിൽ 8-10 വലിയ സുഷിരങ്ങൾ, ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ അതുപോലെ തെറ്റായിട്ടുള്ളൊരു പോട്ടി മിക്സ്, അതായത് വെറും മണ്ണ് മാത്രം ഉപയോഗിച്ച് അഡീനിയം നടരുത്. ഗാർഡൻ സോയിലിനൊപ്പം ചാരമോ മണലോ മിക്സ് ഒക്കെ ചെയ്ത് വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന രീതിയിലുള്ളൊരു മിശ്രിതം വേണം നമ്മൾ പോട്ടി മിക്സായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നോക്കേണ്ടത്. പിന്നെ ഒരു വെയിലിൻ്റെ കുറവ്, അഡീനിയത്തിന് തണലത്തോ വീടിനുള്ളിലോ വെക്കേണ്ട ഒരു ചെടിയല്ല. കൂടുതൽ പൂക്കളുണ്ടാവാനും ചെടി ആരോഗ്യത്തോടെ വളരാനും ദിവസവും 8 മുതൽ 10 മണിക്കൂർ വരെ നേരിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ചെടി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു തെറ്റെന്ന് വെച്ചാൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പലവരും പല രീതിയിലുള്ള വളങ്ങളൊക്കെ അമിതമായിട്ട് വളങ്ങൾ ചെയ്തു കൊടുക്കും. അതിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് ഹൈ ഡോസിൽ വളം നൽകുന്നത് റൂട്ട് ബേൺ വരാനായിട്ട്, അതായത് വേരുകൾ കരിയുകയൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇത് ഇലകൾ മഞ്ഞ നിറമാകാനും ചെടി നശിക്കാനും കാരണമാകും. കുറഞ്ഞത് 10 ദിവസത്തെ ഇടവേളയിൽ മാത്രം വളം കൊടുക്കുക. അപ്പോൾ പലരും ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഇല മഞ്ഞളിപ്പ് അതുപോലെ ഇലയൊക്കെ കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് വളം കൊടുക്കുന്നതുകൊണ്ടും കൂടുതലായിട്ട് വെള്ളം കൊടുക്കുന്നതും അതുപോലെ ഒട്ടും വെയിലില്ലാതിരിക്കുന്നത് കൊണ്ടൊക്കെയാണ് കൂടുതലായിട്ട് നമ്മളെ ഇലകളെല്ലാം ഇങ്ങനെ വല്ലാതെ അങ്ങ് പഴുത്ത് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വളപ്രയോഗം കൊടുക്കുമ്പോൾ ഒരു 10-15 ദിവസം ഇടവിട്ടിട്ട് മാത്രം അഡീനിയത്തിന് വളം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനുള്ള വീട്ടിലുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ചെടിച്ചട്ടിയുടെ ഒരു ഉപയോഗമുണ്ട്, അതായത് വലിയ ചട്ടികളുടെ ഒരു ഉപയോഗം. തുടക്കത്തിൽ തന്നെ വലിയ ചട്ടിയിൽ നട്ടാൽ കോഡക്സ് വലുതാകില്ല. ചെറിയ ചട്ടിയിൽ നട്ട് വർഷത്തിലൊരിക്കൽ റീപോർട്ട് ചെയ്യുമ്പോൾ അല്പം പൊക്കി വെച്ചുള്ളതാണ് കോഡക്സ് വണ്ണം വയ്ക്കാൻ നല്ലത്. അപ്പോൾ ചെടി വാങ്ങിച്ച ഉടനെ തന്നെ നമ്മൾ വലിയ ചട്ടിയിലായിട്ട് നടരുത്. അത്യാവശ്യം ഇതുപോലെ നമ്മൾ മുളച്ച് നിൽക്കുമ്പോൾ ഒരു ചെറിയ മീഡിയം ചട്ടിയിൽ വയ്ക്കുക. അത്യാവശ്യം കോഡക്സ് ഒക്കെ ആയി വലുതായ ശേഷം, അത്യാവശ്യം ഒന്ന് വലുതായി വരുന്നതിന് ശേഷം മാത്രം നമുക്ക് പ്ലാന്റ് മാറ്റി നട്ടാൽ മതി. ഇതെല്ലാം നമ്മുടെ ചെടി വിത്തെല്ലാം മുളച്ച് വരുന്ന പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം ഹെൽത്തി ആയിട്ടൊക്കെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ കോഡക്സിന് കുറച്ച് വലുപ്പമൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക്, അതായത് പൂക്കളൊന്നും ആവാറാവുമ്പോൾ മാത്രം ഒന്ന് നമുക്ക് വർഷത്തിലൊരിക്കൽ മാത്രം ഒന്ന് ചട്ടി മാറ്റിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ പലവരും ചെയ്യുന്നൊരു കാര്യമാണ് തെറ്റായുള്ള സമയത്ത് പ്രൂണിങ്, കൊമ്പ് കോതൽ. ചെടി മുട്ടിട്ട് നിൽക്കുമ്പോഴോ മഴക്കാലത്ത് പ്രൂണിങ് ചെയ്യാൻ പാടില്ല. ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി മാസമാണ് പ്രൂണിങ്ങിന് ഏറ്റവും അനുയോജ്യ സമയം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മഴക്കാലത്തെ ശ്രദ്ധ, ശക്തമായ മഴയുള്ളപ്പോൾ ചെടി പുറത്ത് വെക്കരുത്. ഇത് റൂട്ട്
നശിച്ചു പോകാനൊക്കെ കാരണമാവും. മഴക്കാലത്ത് ഷീറ്റോ കവറോ എന്തെങ്കിലും ഉപയോഗിച്ച് മറച്ച സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതലായിട്ട് മഴ ലഭിച്ചാൽ നമ്മുടെ ചെടിയുടെ കോഡക്സിൻ്റെ ഭാഗത്ത് നന്നായിട്ട് ചീച്ചിൽ വരാനും ചെടി ചീഞ്ഞു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളക്കെട്ടുള്ള ഭാഗത്തോ അല്ലെങ്കിൽ മഴയുള്ള സ്ഥലത്തോ ഒന്നും വെക്കാതെ ഷെയ്ഡുള്ള ഭാഗത്തോട്ട് നമ്മുടെ ചെടി മാറ്റുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അഡീനിയം പ്ലാന്റിൽ വരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് കീടബാധ. അതായത് ചെടിയിൽ വെള്ളിച്ച് തുടങ്ങിയ കീടങ്ങളെയൊക്കെ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ ഒരു ദിവസം വെളുത്ത പ്രാണികളൊക്കെ വന്നിരുന്ന് ചെടി നശിപ്പിക്കാനായിട്ട് വന്നിരിക്കാറുണ്ട്. ഇതിനായിട്ട് നമ്മൾ ഒരു 10 ദിവസത്തിലൊരിക്കൽ മാത്രം വേപ്പെണ്ണ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ചെടിയെ സംരക്ഷിക്കാൻ നല്ലതാണ്. കൂടാതെ അഡീനിയത്തിൻ്റെ കോഡക്സ് മുഴുവനായിട്ട് മണ്ണിനടിയിൽ വെക്കരുതെന്നും അത് എപ്പോഴും അല്പം പൊങ്ങിയിരിക്കണമെന്നും വീഡിയോയിൽ ഞാൻ പറയുകയാണ്. നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ ചെടിയുടെ കോഡക്സിന് നല്ല വലിപ്പമൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ നടുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പോട്ടി മിക്സിൽ ചെടി നടുന്ന സമയത്ത് കുറച്ച് പൊക്കത്തിലാക്കി വെച്ചിട്ട് വേണം പ്ലാന്റ് നടാനായിട്ട്. ഈ ഒരു സമയത്ത് അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ വളങ്ങൾ ചെയ്ത് കൊടുത്താലാണ് നല്ല രീതിയിൽ അഡീനിയത്തിൽ പൂക്കൾ തരുന്നത്, അതുപോലെ നല്ല രീതിയിൽ കോഡക്സ് ഒക്കെ വലുതാവണേന്ന്. അപ്പോൾ നമ്മൾക്ക് അറിയാം പൂക്കൾ ധാരാളമായിട്ട് ഉണ്ടാകാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഫോസ്ഫറസും പൊട്ടാസ്യവും അതാണ് മെയിനായിട്ട് വേണ്ടത്. പൂക്കൾ ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫോസ്ഫറസും പൊട്ടാസ്യവുമാണ്. രാസവളം ഉപയോഗിക്കുന്നവർക്ക് NPK 19-19 അല്ലെങ്കിൽ NPK 13-0-45 നേർപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എല്ലുപൊടിയാണ്. ഇത് ഒരു ഫോസ്ഫറസിൻ്റെ നല്ലൊരു സ്രോതസ്സാണ്. 1 ടേബിൾ സ്പൂൺ എല്ലുപൊടിയുടെ ചുവട്ടിലിട്ടിട്ട് ഇളക്കി ചേർക്കുന്നത് ചെടിയിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാകാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും എല്ലാ ചെടിയുടെ ചുവട്ടിലും നമ്മുടെ തടത്തിൻ്റെ അതേ കോഡക്സിൽ നിന്ന് നീക്കിയിട്ട് കുറച്ച് 1 സ്പൂൺ എല്ലുപൊടി ഓരോ ചെടിയിൽ ഇട്ടിട്ട് ഒന്ന് നനച്ചു കൊടുക്കുന്നത് നന്നായിട്ട് പൂക്കൾ വരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് ലായനി, കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ടിട്ട് പുളിപ്പിച്ച ശേഷം അതിൻ്റെ തെളി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് ആണ്, ചെടിക്ക് ആവശ്യമായ സൂക്ഷ്മമൂലങ്ങൾ നൽകുന്നതാണ്. മുട്ടകൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് മൈക്രോ ന്യൂട്രിയൻസ്. പിന്നെ അതുപോലെ പ്രൂണിങ്, ഫെബ്രുവരി മാസമാണ് അഡീനിയം പ്രൂൺ ചെയ്യാൻ ഏറ്റവും അനുയോജ്യം. പ്രൂൺ ചെയ്ത ശേഷം പുതിയ ശാഖ വരികയും അതിൽ കൂടുതൽ പൂക്കളുണ്ടാവുകയും ചെയ്യും. അപ്പോൾ പ്രൂൺ ചെയ്ത ഭാഗത്ത് ഫംഗസ് വരാതിരിക്കാനായിട്ട് സാഫ് പോലുള്ള ഫംഗിസൈഡൊക്കെ പുരട്ടാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് ഇപ്പോൾ പൂക്കൾ ഉണ്ടായതൊന്ന് വാടി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ പ്ലാന്റൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഇതുപോലെ കുറച്ച് ഉമ്മി അങ്ങനെയുള്ള കാര്യങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണിൽ നട്ടു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെടി നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ആട്ടും കാഷ്ടം ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഉണക്കി പൊടിച്ചിട്ട് അത് കുറച്ചിച്ച മാത്രം ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുക. കൂടെ ചാരവും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ അഡീനിയം പ്ലാന്റിൽ പൂക്കളില്ലാത്ത ചെടിയിലൊക്കെ പൂക്കൾ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത്യാവശ്യം ഇതുപോലെ വിത്തുകളൊക്കെ മുളച്ച് 1-2-3 ഇല്ല പ്രായമാകുമ്പോൾ നമുക്ക് മാറ്റി നടാൻ പറ്റും. വിത്തുകൾ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു റബ്ബർ ബാൻഡോ നൂലോ വെച്ച് കെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പതാടി പോലെ അങ്ങ് പറന്നു പോകും. അപ്പോൾ പലരും പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലെ പ്ലാന്റിലൊന്നും ഇതുപോലെ വിത്ത് ഉണ്ടാവുന്നില്ല, വിത്തുകൾ അയച്ചു തരുമോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. കുറേ പേർക്ക് വിത്തുകൾ അയച്ചു കൊടുത്തു, ഇപ്പോൾ നമ്മുടെ കയ്യിൽ വിത്തില്ല. പിന്നെ അതുപോലെ ഇത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ 2-3 വർഷം ഒരു മദർ പ്ലാന്റിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു വിത്തുകൾ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെടി ഒരെണ്ണം മേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാവത്തില്ല. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ളൊരു പ്ലാന്റിൽ മാത്രമാണ് വിത്ത് ഉണ്ടാവുള്ളൂ. വിത്ത് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ നല്ലൊരു മണ്ണിൽ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണിൽ ചകിരിച്ചോറും കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് മുളപ്പിക്കാം. ഇതെല്ലാം നമ്മുടെ പ്ലാന്റ് മുളച്ചു വന്ന തൈകളാണ് കേട്ടോ. കോഡക്സൊക്കെ നല്ല വലിപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തിട്ട് നടുന്ന സമയത്ത് നല്ല രീതിയിൽ കോഡക്സ് കിട്ടില്ല, പക്ഷേ ഇതുപോലെ വിത്തിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോഡക്സ് വലുതാവും. അതുപോലെ തന്നെ നമ്മൾ തളിരിലകളും മുട്ടുകളൊക്കെ വളരുമ്പോൾ മുഞ്ഞയോ മറ്റു കീടങ്ങളൊക്കെ വളരാൻ സാധ്യത കൂടുതലാണ്. ഇതിനായിട്ട് നമ്മൾ ആഴ്ചയിലൊരിക്കൽ നേരത്തെ പറഞ്ഞ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. 10 ദിവസത്തിലൊരിക്കൽ മാത്രം വളം നൽകാൻ ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള വളപ്രയോഗം ചെടിയുടെ ദോഷകരമായിട്ട് മാറാനായിട്ടൊക്കെ പറ്റും. ഇതെല്ലാം നമ്മുടെ അഡീനിയം വിത്തിട്ട് മുളപ്പിച്ച തൈകളാണ് കേട്ടോ. അത്യാവശ്യം കോഡക്സൊക്കെ ആയിട്ട് വലിപ്പത്തിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ സെയിലില്ല കേട്ടോ, അഡീനിയം സെയിലില്ല, ബൊഗൻവില്ല മാത്രമാണ് സെയിലുള്ളൂ. വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.